നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലുമുള്ള ഏതൊരാൾക്കും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലുള്ള പണത്തിന്, നിക്ഷേപങ്ങൾക്ക് ഇതിനൊക്കെ എന്ത് സംഭവിക്കും? RBIയുടെ പുതിയ നിയമങ്ങൾ വന്നതോടെ ഈ കാര്യങ്ങൾ എത്രത്തോളം എളുപ്പമായി എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്, അല്ലേ? ഇതിന്റെ ഉത്തരം നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കിട്ടണം. അതിന് നമ്മൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്ന ആ വേദനയുടെ സമയത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം കിട്ടാനുള്ള നിയമ നടപടികൾ പലപ്പോഴും കുടുംബത്തിന് ഒരു വലിയ തലവേദനയാകാറുണ്ട്. ഇതുവരെ അങ്ങനെയായിരുന്നു അവസ്ഥ. ഈ പ്രശ്നം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഓരോ ബാങ്കും ഓരോ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഇതിനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെയാണ് രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം കൊണ്ടുവരാൻ RBI തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പുതിയ നിയമങ്ങൾ വരുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ എളുപ്പമാക്കാനും സുതാര്യമാക്കാനും വേണ്ടി റിസർവ് ബാങ്ക് ഒരു പുതിയ ചട്ടക്കൂട് തന്നെ അവതരിപ്പിച്ചു. എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങളെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഔദ്യോഗികമായി ഈ നിയമത്തിന്റെ പേര് ഇതാണ്. പേരുകേട്ട് പേടിക്കണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒന്നേയുള്ളൂ: നോമിനികൾക്കും നിയമപരമായ അവകാശികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുക. ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. ഈ മാറ്റങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് വരുന്നത്. അതായത് അടുത്ത വർഷം മാർച്ച് 31 ആകുമ്പോഴേക്കും രാജ്യത്തെ കൊമേഴ്സ്യൽ ബാങ്കുകളും കോഓപ്പറേറ്റീവ് ബാങ്കുകളും ഉൾപ്പെടെ മിക്കവാറും എല്ലാ ബാങ്കുകളും ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കും. അതുകൊണ്ടുതന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴുതന്നെ അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഈ മുഴുവൻ പ്രക്രിയയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതെന്താണെന്നല്ലേ? ഒരു നോമിനിയെ ചേർക്കുന്നതിനെക്കുറിച്ച്. ഈ ഒരു ഉപമ നിങ്ങൾ ഓർത്തുവെക്കുക. ഒരു നോമിനി എന്നത് നിങ്ങളുടെ കുടുംബത്തിനുള്ള ഒരു എക്സ്പ്രസ് ലൈൻ പാസ് പോലെയാണ്. കാര്യങ്ങൾ വളരെ വേഗത്തിൽ, ഒരുപാട് നൂലാമാലകളില്ലാതെ നടക്കാൻ ഇത് സഹായിക്കും. ഒരു നോമിനി ഉണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ ശരിക്കും വളരെ എളുപ്പമാകും. അപ്പോൾ ആരാണ് ഈ നോമിനി? വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ അഭാവത്തിൽ അക്കൗണ്ടിലെ പണം കൈപ്പറ്റാനായി നമ്മൾ അധികാരപ്പെടുത്തുന്ന വ്യക്തി. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നോമിനി ആ പണത്തിന്റെ യഥാർത്ഥ ഉടമയല്ല. നിയമപരമായ അവകാശികൾക്ക് വേണ്ടി ആ പണം സൂക്ഷിക്കുന്ന ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ഇനി ഇതൊരു ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ അതിലുള്ള എല്ലാ അക്കൗണ്ട് ഉടമകളും മരിച്ചാൽ മാത്രമേ നോമിനിക്ക് പണം ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിന് മുന്നിലുള്ള 2 വഴികളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. നോമിനി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇനി നോമിനി ഇല്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് നോക്കാം. നോക്കൂ, ഈ വ്യത്യാസം കണ്ടില്ലേ? നോമിനി ഉണ്ടെങ്കിൽ വെറും 3 രേഖകൾ മതി. ഒരു സിമ്പിൾ ക്ലെയിം ഫോം, മരണ സർട്ടിഫിക്കറ്റ്, പിന്നെ നോമിനിയുടെ ID പ്രൂഫ്. അത്രേ ഉള്ളൂ. പക്ഷേ നോമിനി ഇല്ലെങ്കിലോ? രേഖകളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രം മതി നോമിനേഷൻ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. നോമിനി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിക്കും ഒരു എക്സ്പ്രസ് ലൈനിൽ പോകുന്ന പോലെയാണ്. 3 സ്റ്റെപ്പ്. നോമിനി രേഖകൾ കൊടുക്കുന്നു, ബാങ്ക് അത് വെരിഫൈ ചെയ്യുന്നു, പണം കൈമാറുന്നു. കഴിഞ്ഞു. കോടതിയിൽ നിന്ന് കിട്ടേണ്ട സക്സഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള സങ്കീർണമായ രേഖകളോ മറ്റ് നിയമ നടപടികളോ ഒന്നും തന്നെ ഇവിടെ ആവശ്യമില്ല. ഇനി നോമിനി ഇല്ലാത്ത അവസ്ഥ നോക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. എല്ലാ നിയമപരമായ അവകാശികളും ഒരുമിച്ച് ക്ലെയിം കൊടുക്കണം. ഒരുപാട് രേഖകൾ സമർപ്പിക്കണം. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ബാങ്കിനെ സംരക്ഷിക്കാൻ ഒരു ഇൻഡെംനിറ്റി ബോണ്ട് ഒപ്പിട്ടുകൊടുക്കണം. ക്ലെയിം ചെയ്യാത്ത മറ്റ് അവകാശികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് സമ്മതപത്രം വാങ്ങണം. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ത്രെഷോൾഡ് പരിധി എന്നുവെച്ചാൽ എന്താണ്? നോമിനി ഇല്ലാത്ത സാഹചര്യത്തിൽ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ 15 ലക്ഷം രൂപ വരെയും കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ 5 ലക്ഷം രൂപ വരെയുമുള്ള ക്ലെയിമുകൾക്ക് കുറച്ചുകൂടി ലളിതമായ നടപടിക്രമങ്ങൾ പാലിക്കാൻ ബാങ്കുകൾക്ക് അധികാരമുണ്ട്. അതാണ് ഈ പരിധി. അപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. ക്ലെയിം ചെയ്യാനുള്ള തുക ഈ 15 ലക്ഷം എന്ന പരിധിക്ക് മുകളിലാണെങ്കിൽ, നോമിനി ഇല്ലെങ്കിൽ കാര്യങ്ങൾ പിന്നെയും സങ്കീർണമാവും. ഒരുപക്ഷെ കോടതിയെ സമീപിച്ച് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ്, അതായത് സക്സഷൻ സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങേണ്ടിവരും. ഇതിനെല്ലാം ഒരുപാട് സമയവും പണവും ചെലവാവും. ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് നോക്കാതെ ഒരു നോമിനിയെ ചേർക്കുക എന്നതാണ്. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് മാത്രമാണോ ബാധകമാകുന്നത്? അല്ല. നമ്മുടെ ബാങ്ക് ലോക്കറുകൾക്കും സേഫ് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും ഇതേ നിയമങ്ങൾ തന്നെയാണ് ബാധകം.
ലോക്കറുകളുടെ കാര്യത്തിലും കഥ ഇതുതന്നെയാണ്. നോമിനി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പം. ഇല്ലെങ്കിലോ എല്ലാ നിയമപരമായ അവകാശികളും ഒരുമിച്ച് അപേക്ഷിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും 2 സാക്ഷികളുടെയും മുന്നിൽ വെച്ച് ലോക്കർ തുറന്ന് അതിനകത്തുള്ള സാധനങ്ങളുടെയെല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടിവരും. ഇനി നമുക്ക് അവസാനത്തേതും എന്നാൽ ഒരു ഉപഭോക്താവെന്ന നിലയിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് കടക്കാം. ഈ പുതിയ നിയമങ്ങൾ നമുക്ക് നൽകുന്ന അവകാശങ്ങളും സംരക്ഷണവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നമ്പർ ഓർത്തുവെച്ചോളൂ. 15 ദിവസം. ആവശ്യമായ എല്ലാ രേഖകളും കൈപ്പറ്റിക്കഴിഞ്ഞാൽ ഒരു ഡെപ്പോസിറ്റ് ക്ലെയിം തീർപ്പാക്കാൻ ബാങ്കുകൾക്കിപ്പോൾ പരമാവധി 15 ദിവസത്തെ സമയമേ ഉള്ളൂ. ഇനി അഥവാ ബാങ്കിന്റെ ഭാഗത്തുനിന്നാണ് താമസമുണ്ടാവുന്നതെങ്കിലോ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ക്ലെയിം തീർപ്പാക്കാൻ വൈകുന്ന ഓരോ ദിവസത്തിനും അന്നത്തെ ബാങ്ക് റേറ്റിനോടൊപ്പം ഒരു 4% കൂടി ചേർപ്പ് പലിശയായി നഷ്ടപരിഹാരം നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. ലോക്കറുകളുടെയും സേഫ് കസ്റ്റഡിയിലുള്ള വസ്തുക്കളുടെയും കാര്യത്തിൽ നിയമം ഇതിലും കർശനമാണ്. 15 ദിവസത്തിനുള്ളിൽ ക്ലെയിം തീർപ്പാക്കാൻ വൈകിയാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ വീതം ബാങ്ക് പിഴയായി നഷ്ടപരിഹാരം നൽകണം. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത്, നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളിലും ലോക്കറുകളിലും ഒരു നോമിനിയെ ചേർക്കുക. രണ്ടാമത്, അവരുടെ വിവരങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡായി സൂക്ഷിക്കുക. ക്ലെയിം ഫോമുകൾ ബാങ്കിന്റെ വെബ്സൈറ്റിലും എല്ലാ ബ്രാഞ്ചുകളിലും എളുപ്പത്തിൽ കിട്ടണം എന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഓർക്കുക, സമയത്തിന് സേവനം ലഭിക്കാനും വൈകിയാൽ നഷ്ടപരിഹാരം കിട്ടാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ ഞാൻ ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ നോമിനേഷൻ വിവരങ്ങൾ അപ്ഡേറ്റഡ് ആണോ? നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണിത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെയും ലോക്കറുകളിലെയും നോമിനി വിവരങ്ങൾ ശരിയാണോ എന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.